MRI എല്ലാം എടുത്ത് കഴിഞ്ഞ് റൂമിൽ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക. കാരണം മഴയായതുകൊണ്ട് പുറത്തൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. നമ്മളെ എന്താ പറയണ്ടേ, റോഡെല്ലാം എന്നാ ഞങ്ങളോട് പറയണ്ടേ, സത്യം വെച്ചാൽ വേസ്റ്റും ഇതെല്ലാം കണ്ടിട്ടും ഒന്നും തിന്നാനും തോന്നില്ല, കുടിക്കാനും തോന്നില്ല. അന്നേരം ഇവിടെ ബാംഗ്ലൂരിലുള്ള ആൾക്കാർ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിനെ പറ്റി വൃത്തിയോട് പറയുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ, എനിക്ക് നടക്കാനോ എടുക്കാനും തിന്നാനോ ഒന്നിനും പറ്റുന്നില്ല. MRI കഴിഞ്ഞ് വന്ന് ഇവിടെ ഇരുന്നിട്ടുണ്ട്. റിപ്പോർട്ട് നമ്മളെ കൈ കിട്ടൂല. നാളെ ഡോക്ടറെ അടുത്ത് തന്നെ അതുപോലെ ഇല്ല സിസ്റ്റം വഴി പോവുകയുള്ളൂ. അപ്പോൾ രാവിലെ നാളെ ഡോക്ടറെ അടുക്ക പോകണം. 7 മണിയാകുമ്പോഴത്തേക്ക് കോപ്പിയിലെത്തണം. അങ്ങനെ കാണിക്കണം. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഒന്നുമില്ലയെന്ന് ദൈവം സഹായിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം. എന്നാലേ എനിക്കിതൊരു ഭക്ഷണവും വെള്ളവും എല്ലാം ഉണ്ടാവും. പൊതുവിൽ ഞാൻ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ ഇത് എനിക്ക് തോന്നി ഇപ്പോൾ 6ാമത്തെ 7ാമത്തെ പ്രാവശ്യമാണ് ബാംഗ്ലൂർ വരുന്നത്. അപ്പോൾ എപ്പോൾ വന്നാലും എൻ്റെ സ്ഥിതി ഇതാ, എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തോ അത് നമ്മളെ നാട്ടിൽ നിന്നിട്ട് ശീലമായിപ്പോയോണ്ടോ എന്നാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ കുറച്ചൊരു വൃത്തിൻ്റെ കുറച്ചൊരു ഇതെന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. സത്യം പറയട്ടെ, ഞാൻ എപ്പോൾ ഫസ്റ്റിൽ തൊട്ട് എൻ്റെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ഞാൻ ചിന്തിക്കുന്നൊരു നിനക്ക് ഈ ആസ്പത്രിയിൽ നിൽക്കുക, അവിടെ അഡ്മിറ്റാവുക, അവിടെ കിടക്കുക, കട്ടുമ്പോൾ കിടക്കുക, ഇങ്ങനത്തെ എല്ലാം വിചാരിക്കുമ്പോൾ എനിക്കൊരു എങ്ങനെയാണ് ഇതെല്ലാം ഇതാവുക, ഇതെങ്ങനെയാണ് ടോയ്ലറ്റിൽ പോകുന്നതെന്ന് ഞാൻ വിചാരിക്കലുണ്ട്. സത്യം പറയാന്ന് വെച്ചാൽ അത് വെറും എൻ്റെ ഈ ഒരു ചിന്ത വെറുതെ ആയിപ്പോയി. കാരണം ആസ്പത്രി ഇപ്പം കുറച്ചായി അഡ്മിറ്റും കാര്യവും ഇല്ലാത്ത, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ആസ്പത്രി വാസം തന്നെയാണ്. അപ്പോൾ ആ വൃത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ അതാണ് അങ്ങ് പോയി എൻ്റെ. അതാണ് നമ്മളെല്ലാം പൊരുത്തപ്പെടുക, അല്ലാണ്ട് വേറൊരു വഴിയില്ല. പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊന്ന് കാലെടുത്ത് വെച്ച് നടക്കുക, നമ്മൾ താഴോട്ട് നോക്കി തന്നെ നടക്കണം. എന്തെല്ലാം ചവിട്ടിപ്പോകുന്നതെന്നൊന്നും പറയാൻ പറ്റുന്നില്ല. ആ ചെരുപ്പ് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ എല്ലാം കുറച്ച് വിഷയമുണ്ട്. അതുകൊണ്ട് റൂമിലിതാ കട്ടുമ്മൽ ഇങ്ങനെ ഇരിക്കും. ഉണ്ടാ 2 കട്ടിലാണ്, താഴെ വേറെ ഉണ്ട്, എൻ്റെ വേറെ. ഞാനിങ്ങനെ ഇരുന്ന് കഴിച്ചു കൂട്ടാം. ഇന്ന് ഭക്ഷണം ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി വെള്ളം മാത്രം വാങ്ങിയിട്ട് കുടിക്കാൻ. നമുക്കിത് ഉച്ചയ്ക്ക് ചോറ് തിന്നിട്ടില്ല, പിന്നെ അവിടെ ചോറ് തിന്നു, ഞാൻ ചോറൊന്നും തിന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ കൂത്തുകയറുമ്പോൾ ബേബിയിൽ നിന്ന് വാങ്ങിയ ഒരു പേക്ക് ഉണ്ടല്ലോ, അവൻ തിന്നിട്ട് ഇരിക്കുന്ന. അപ്പോൾ ഇപ്പം ഇതാ നമ്മളെ നാട്ടിലെ റോബസ്റ്റ് വാഴ, ഇവിടെ ഇത് എന്ത് വാഴാന്ന് എനിക്കറിയില്ല, വില കുറവാന്ന് തോന്നുന്നു. ഇത് തിന്നിട്ട് വെള്ളം കുടിച്ചിട്ട് കിടക്കണം. എങ്ങനെയെങ്കിലും രാവിലെയായി MRIൻ്റെ റിപ്പോർട്ടിൽ ഒന്നുമില്ല, ദൈവം സഹായിച്ചിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ വരാമെന്നുള്ളൊരു വിശ്വാസമാണ്. എന്നൊന്നും അറിയില്ല. അങ്ങനത്തെ ആൾക്കാർക്കൊന്ന് പരീക്ഷണം കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും എന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. MRIക്ക് പോകുന്നതിൻ്റെ മുന്നുള്ളൊരു വീഡിയോയിൽ എടുക്കണമെന്ന് ചോദിച്ചിരുന്നു, പക്ഷേ ടെൻഷൻ കൊണ്ടൊന്നിനും ആയില്ല. എന്താ വെച്ചാൽ ഒന്നാമത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ കയറുമ്പം തന്നെ MRIൻ്റെ ആയ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പം നമ്മളെപ്പോലെ ഒരു MRIൻ്റെ സെൻറ്ററൊന്നുമല്ല, ഒരു 4 ഉണ്ട്. തലേൻ്റെ വേറെ, മറ്റേ വേറെ, അങ്ങനെയെല്ലാം തോന്നും. അപ്പോൾ ഞാൻ എന്നെ ഡ്രസ്സെല്ലാം മാറ്റി അങ്ങോട്ടേക്ക് കയറുമ്പം തന്നെ ഒരാൾ മരിച്ചിട്ടുണ്ട് അവിടെ സ്കാൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് കണ്ടത്. അപ്പോൾ പെട്ടെന്ന് ഷോക്കായിപ്പോയി. പിന്നെ എനിക്ക് ദൈവമേ എങ്ങനെ 3/4 മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും എന്നുള്ള എന്തെല്ലാം ഒരു പേടിയും ടെൻഷനും എന്തെല്ലോ മാതിരി ആയിപ്പോയി. വരുന്നിടക്ക് വെച്ച് കാണാമെന്ന് വെച്ച് ദൈവത്തിനെ വിളിച്ചങ്ങ് കയറിയതാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കണ്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കൂട്ടുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.